അസ്സലാമലൈക്കും, എല്ലാവർക്കും ഷിസാസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു അടിപൊളി ടേസ്റ്റി ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് വിശപ്പും ദാഹമൊക്കെ മാറാനായിട്ട് ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ മതി. നമ്മുടെ വിശപ്പും ദാഹമൊക്കെ മാറും. നല്ല ടേസ്റ്റി ഡ്രിങ്കാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. വളരെ സിമ്പിളായിട്ട് ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് ഞാനൊരു 1/2 കപ്പ് ചവ്വരി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അത് തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ ചവ്വരി അതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് സ്പൂൺ വെച്ച് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഒരു അര ലിറ്റർ പാലാണ് ഞാനിവിടെ ഒരു പാത്രത്തിൽ എടുത്തിട്ടുള്ളത്. അത് ഫ്ലെയിം ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരട്ടെ. അതിനുശേഷം ഒരു ബൗളിൽ ഒരു 1/2 ഗ്ലാസ് പാലിൽ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് മിക്സ് ചെയ്യുന്നത്. അത് കട്ടാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് മിക്സ് ചെയ്തതിന് ശേഷം ഈ പാലിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കണം. ഇത് നല്ലതുപോലെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറുക്കിയെടുക്കാനുണ്ട്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓരോരുത്തരുടെ മധുരത്തിന് ആവശ്യത്തിനനുസരിച്ചുള്ള പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതൊന്നും കൂടെ ഇട്ടതിന് ശേഷം ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമുക്ക് ചേർക്കേണ്ടത്. വേണമെങ്കിൽ നമുക്ക് ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് ഇത് മാറ്റാം. അടുത്തതായിട്ട് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചവ്വരി അതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സ്പൂണിന്. അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 2 മാങ്ങയാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അത് അതിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ മാങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ഈ ചവ്വരിയുടെയും ഈ പാലിൻ്റെയൊക്കെ ഫ്ലേവറിൽ ഈ മാങ്ങ അതിൽ കിടക്കുന്ന നല്ല ടേസ്റ്റാണ് നമുക്ക് കഴിക്കാനായിട്ടും കുടിക്കാനായിട്ടും. അതുകൊണ്ടാണ് മാങ്ങ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് ഞാൻ ചെറുപഴമാണ് എടുത്തിട്ടുള്ളത്. ഒരു 3 ചെറുപഴം എടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുതിർത്ത് വെച്ചിരിക്കുന്ന കസ്കസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നമുക്ക് ഒരുപാട് കട്ടിയായിട്ട് നമുക്ക് ഈ ഡ്രിങ്ക് എടുക്കേണ്ട. ഇത്ര കട്ടിക്ക് എടുത്താൽ മതി. അപ്പോഴാണ് നമുക്ക് കുടിക്കാൻ നല്ല ഇതായിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചതിന് ശേഷം വേണം ഇത് സെർവ് ചെയ്യാനായിട്ട്. വേണമെങ്കിൽ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. കൂടുതലും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം സെർവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ് ഇത് പുറത്തെടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിൽ നിന്ന്. ഇനി നമുക്ക് 2 ഗ്ലാസ് എടുത്തതിന് ശേഷം അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ അത് 2 ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ഡ്രിങ്കാണ്. ഇത് 1 ഗ്ലാസ് കുടിക്കുമ്പോൾ തന്നെ നമ്മുടെ വിശപ്പ് ദാഹമൊക്കെ മാറുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഫുൾ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ. അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.